ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള നീക്കം പൊളിഞ്ഞു. വ്യാജ ആരോപണങ്ങളും വ്യാജ മൊഴികളും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. എന്തുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലയെ ഇങ്ങനെ വേട്ടയാടുന്നത്? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഗൂഢാലോചന എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വശം പറയുന്നതിന് മുമ്പേ, കാരണം എല്ലാവർക്കും ഇപ്പൊ പത്രത്തിലും മീഡിയയിലും എല്ലാം ധർമ്മസ്ഥലയിൽ ഭയങ്കര എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നിലെ കാര്യങ്ങളൊന്നും സംഭവിച്ചതല്ല, എന്താണ് അവിടെ അലിഗേഷൻ അല്ലെങ്കിൽ ഒരു കെട്ടുകഥ എന്നുള്ളതിന് വലിയ പബ്ലിസിറ്റി പോയി കിട്ടി. പക്ഷെ എന്താണ് ധർമ്മസ്ഥല എന്നുള്ളത് കേരളത്തിലുള്ള പലർക്കും അറിയില്ല. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. ധർമ്മസ്ഥലയിൽ പോയി ധർമ്മം വാഴുന്ന സ്ഥലം, അങ്ങനെയാണ് ഈ ധർമ്മസ്ഥല എന്നുള്ള പേര് തന്നെ വന്നത്. ഇതിനൊരു ഐതിഹ്യമുണ്ട്. കാരണം ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൈനമത ഒരു കപ്പിൾ, അവര് വളരെ ഉദാരമതികളായിരുന്നു, ദാനശീലരായിരുന്നു. അപ്പൊ അവരുടെ ഈ ദാനം ഇതെല്ലാം വെച്ചിട്ട് ഇവര് പറയുന്നത്, അവിടുത്തെ ഒരു എന്താണ് നമ്മുടെ ആ സ്ഥലത്തുള്ള ഒരു ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സ്ഥലപുരാണം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്, അവരുടെ ജൈനനാണെങ്കിലും നമ്മളെ ഹിന്ദു ദേവതകളെ പോലെ അവർക്കും തീർത്ഥങ്കര ദേവതകൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. ദേവേന്ദ്രനും ദേവലോകവും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഈ എന്താണ് ധർമ്മദേവതകൾ ഈ ഇത് അറിഞ്ഞിട്ട്, ഇത്രയും ധർമ്മശീലരായിട്ടുള്ള ഒരു കപ്പിൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടിൽ ധർമ്മദേവതകൾ വരുന്നു. അവരുടെ ആതിഥ്യം, അവർ കൊടുത്ത സ്വീകരണം, ആ ധർമ്മശീലം ഇതെല്ലാം കണ്ട് അവർ തൃപ്തരായി. എന്നിട്ട് അന്ന് അവർക്കൊരു സ്വപ്നം, ഇതിൽ ധർമ്മദേവതകൾ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിങ്ങളിവിടെ ഈ സ്ഥലം മാറി താമസിക്കണം, ഇതിനെ ധർമ്മം പരിപാലിക്കുന്നതിന്, ധർമ്മം പ്രചരിപ്പിക്കുന്നതിന്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാക്കി മാറ്റണം എന്ന് പറയുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇവർ മറ്റൊരു വീട് കെട്ടി ഇതിനെ അമ്പലമാക്കി മാറ്റി അങ്ങോട്ട് താമസം മാറി. ഇന്നും ആ വീട് ഇന്നും അവിടെ ഉണ്ട്. അപ്പൊ ഇവർ താമസം മാറി ഈ ധർമ്മപരിപാലനം ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ഇതുപോലുള്ള ദർശനങ്ങൾ വരുന്നു. ഇവരവിടെ 4 ധർമ്മദേവതകൾ ഇവരുടെ സങ്കല്പത്തിലുള്ള, അതിൽ ഒന്നിന്റെ പേര് കന്യാകുമാരി ദേവി തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേകം ഒരു ബന്ധമുണ്ട് അതിന്. ഇതിന് അങ്ങനെയും ബന്ധമുണ്ട്. പിന്നെ ഈ 3 ദേവതകളാണ് ഇതില്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇവർക്ക് തോന്നുന്നു ഇത് പോരാ, ഇതിനെ കുറെ കൂടെ വീണ്ടും ഒരു ദർശനം വരുന്നു, കുറച്ചുകൂടെ സാന്റിഫൈ ചെയ്യണം. അപ്പൊ ഇതിന് പറ്റിയ 2 പേരെ, 2 എന്താണ് നല്ല ജന്മങ്ങൾ, അങ്ങനെയുള്ള അനുഗ്രഹീതരായ 2 പേരെ തിരഞ്ഞെടുക്കണം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി 4 പേരെ അസിസ്റ്റ് ചെയ്യാനും വെക്കണം. അപ്പൊ ഇതാണ് ഒരു ട്രസ്റ്റ് രൂപീകരണത്തിന്റെ തുടക്കം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? 2 ബ്രാഹ്മണരെ സെലക്ട് ചെയ്യുന്നു ഇതിന്റെ പൂജാകർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അവർ വന്നപ്പോൾ പറഞ്ഞു, ഈ ധർമ്മദേവതകളെ നമുക്കിവിടെ പൂജിക്കാം, ഒരു ലിംഗപ്രതിഷ്ഠ നടത്തണം, ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അപ്പൊ ഈ ലിംഗപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇവര് ഉടുപ്പിക്കടുത്തുള്ള ഒരു അമ്പലത്തിന്റെ അവിടെ നിന്നാണ് ശിവലിംഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അതിൽ പോലെ തന്നെ ഈ 4 ദേവതകളുടെയും പൂജകൾ ചെയ്യുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉടുപ്പിയിലുള്ള അദ്വൈതം ശങ്കരാചാര്യർ അങ്ങനെയുള്ളതുണ്ടല്ലോ, അതിൽ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും. അപ്പൊ ഈ ദ്വൈതത്തിന്റെ ആചാര്യര് ഉടുപ്പിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഈ ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വിളിക്കുന്നു. ഇദ്ദേഹം വന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ദാനം കൊടുത്തപ്പോൾ ഇദ്ദേഹം ദാനം സ്വീകരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലപ്രതിഷ്ഠയോ ഇവിടുത്തെ ആചാരങ്ങളോ ഒന്നും തന്നെ വൈദിക രീതിയിലല്ല, വേദം അനുശാസിക്കുന്ന രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വൈദിക രീതിയിൽ പുനഃപ്രതിഷ്ഠ നടത്തി. എന്നിട്ട് ഈ ഉടുപ്പിയിൽ നിന്ന് വന്ന സ്വാമിയാണ്, ഇദ്ദേഹമാണ് ഇതിന് ധർമ്മസ്ഥല എന്ന് പേരിടുന്നത്. അതുവരെ ഇതിന്റെ പേര് ധർമ്മസ്ഥല എന്നല്ല. ഇതൊരു വൻ കാടാണ്, ഒരു വില്ലേജാണ്, നല്ല റോഡുകളില്ല, ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ കിടന്ന ഏറ്റവും പിന്നോക്കമായി കിടന്ന ഒരു വനാന്തര മേഖലയിലെ ഒരു ഗ്രാമം എന്ന് പറയണമെങ്കിൽ അത്രയും ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, അതുപോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വനാന്തരത്തിലുള്ള ഒരു സ്ഥലം, ഇന്നത്തെ നമ്മുടെ ശബരിമലയുടെ പഴയ അവസ്ഥ പോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ പ്രതിഷ്ഠയൊക്കെ വന്ന് ഇത് ഒരു ധർമ്മത്തിന്റെ സ്ഥലമായി വളർന്നു വലുതായി. ഇന്ന് നമ്മളവിടെ ചെന്നാൽ, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഏകദേശം 40 പേരുണ്ടായിരുന്നു. ഈ 40 പേർക്കും ഫ്രീ അക്കോമഡേഷൻ, വളരെ ഡീസന്റ് ആയിട്ടുള്ള റൂമില് ഫ്രീ അക്കോമഡേഷൻ തരുന്നു. എല്ലാവർക്കും ഫ്രീ ഭക്ഷണം. ഇന്നും അവിടെ അന്നദാനം കൊടുക്കുന്നത് 21 തലമുറകളായി.
800 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ സംഭവം 21 തലമുറകളായിട്ട് എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നു. ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം, 50,000 പേര് വന്നാലും അവിടെ ഭക്ഷണമുണ്ട്. അതിൽ ഭക്ഷണം തീർന്നുപോയി എന്ന് പറഞ്ഞ് അവർ ക്ലോസ് ചെയ്യാറില്ല. ഈ രീതിയിലാണ് അവിടെ ധർമ്മം വാഴുന്നത്. അപ്പൊ ഇങ്ങനെ ധർമ്മം വാഴുമ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ എന്താണ് ഇതിന്റെ പേര് തന്നെ മഞ്ജുനാഥ് എന്നാണ്, കാരണം ശിവന്റെ സങ്കല്പമാണ്. അപ്പൊ മഞ്ജുനാഥ് സ്വാമി എന്നാണ് ഈ പ്രതിഷ്ഠ ഇതിന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഈ മഞ്ജുനാഥ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ആ ട്രസ്റ്റിന്റെ കീഴിൽ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ, അതിനകത്ത് ലോ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രൈമറി വിദ്യാഭ്യാസവും നമ്മളെ +1 +2 അണ്ടർ ഗ്രാജുവേറ്റും എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ്. അതിന്റെ വരുമാനമുണ്ട്. ഇത് മുഴുവൻ അവർ നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. ഇത് വെച്ചിട്ട് അവിടെ ചെയ്ത പഴയ സംഭവമാണ് നമ്മൾ ഇന്നറിയപ്പെടുന്ന മൈക്രോ ഫിനാൻസിങ്. അത് ശരി. ഒരു പാവപ്പെട്ടവൻ അവന്റെ വീട്ടിൽ കല്യാണം നടത്തുന്നു, അവനൊരു 15,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ലോണ് വേണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മൈക്രോ ഫിനാൻസിങ് വഴി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വന്ന ഒരു സത്യപ്രതിജ്ഞ ചെയ്താൽ അവന് ലോൺ കൊടുക്കും. അവന് ഒരു ഗ്യാരണ്ടിയും കൊടുക്കണ്ട. അത് ശരി. അത് ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള മൈക്രോ ഫിനാൻസിങ് ഏകദേശം 4-5 ജില്ലകളിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ കാസർഗോഡ് ജില്ല അടക്കം ഇതിന്റെ പരിധിയിൽ വരുത്തിയിരിക്കുകയാണ് ഈ ട്രസ്റ്റിന്റെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും പുരാതനമായ ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പുനഃപ്രതിഷ്ഠ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെ എന്താണ് നമ്മൾ വീണ്ടും റിവൈവ് ചെയ്തെടുക്കുന്ന ഇതിന് ഇവര് ഇതിന്റെ ട്രസ്റ്റിൽ നിന്ന് ഗ്രാന്റ് കൊടുക്കുന്നു. ഇത് സാമ്പത്തിക സഹായം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ഒട്ടും സൂചിക്കുന്നതല്ല. മനസ്സിലായില്ലേ? അമ്പലങ്ങളുടെ പുനഃപ്രതിഷ്ഠയ്ക്കും അതിനെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് സാമ്പത്തിക സഹായം ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് കൊടുക്കുന്നു എന്ന് വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ് കരുതൽ, നമ്മുടെ എനിക്ക് തോന്നുന്നു 2004, 2005 ആ കാലത്താണ് നമ്മുടെ കാഞ്ചി കാമകോടി പീഠം, അവിടുത്തെ മഠാധിപതി അന്നത്തെ സ്വാമിജി ജയേന്ദ്ര സരസ്വതി സ്വാമി, അദ്ദേഹം ഒരു കേസിൽ പെട്ടു. നിസ്സാരമല്ല, കൊലപാതക കുറ്റമാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടത്. അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചു. അദ്ദേഹം ഒരു ബഹളത്തിനും പോയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യരോ അദ്ദേഹത്തിന്റെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ഡിവോട്ടീസ് ഒന്നും ഒരു ശല്യത്തിനും പോയില്ല. നിയമപരമായിട്ട് അദ്ദേഹം പോരാടി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെ നിരപരാധിയാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കുറ്റവിമുക്തനായി. അദ്ദേഹവും ഇതുപോലെ അവരുടെ ട്രസ്റ്റും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തകർന്നുപോയ സ്കൂളുകൾ എടുത്ത്, ഗവൺമെന്റ് സ്കൂളുകൾ എടുത്ത് അതിനെ ഫണ്ട് ചെയ്ത് അതിനെ ശരിയായിട്ട് കൊണ്ടുവരുന്നു. എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുന്നു. അതുപോലെ ആശുപത്രികൾ, സ്കൂള്, കോളേജസ്, അന്നദാനം, വിശക്കുന്നവൻ ആഹാരം, ഇതൊക്കെ ചെയ്ത് വന്ന ഒരു പാരമ്പര്യമാണ്. പക്ഷെ അവിടെയും ഇതുപോലെ തന്നെ നടന്നു. അതൊരു ഏതാണ്ട് 20 വർഷം മുമ്പാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. ഇതിന്റെ പുറകിൽ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അങ്ങിപ്പോ പറഞ്ഞു ഇത്രയും, കാരണം ഈ ധർമ്മസ്ഥലയെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. ഇത് എന്താണെന്ന് അങ്ങിപ്പോ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു. വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ ഇത്രയും ആഴത്തിലുള്ള ഒരു സംഗതി അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു ശക്തമായ ഗൂഢാലോചന ഇതിന്റെ പുറകിൽ നടക്കുന്നതായിട്ട് നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ചെന്ന് നമ്മൾ സ്വയം അനുഭവിക്കുമ്പോഴാണ് അവിടുത്തെ വ്യത്യാസം മനസ്സിലാവുന്നത്. ഒരു ധർമ്മം സ്ഥലം, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം, സത്യത്തിന് വിലയുള്ള സ്ഥലം. അതായത് ആ പരിസരത്ത് എന്തെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ ഇവിടെ വന്ന് സത്യം ചെയ്താൽ ആ തർക്കം പരിഹരിക്കപ്പെടും. അത്ര വിശ്വാസമാണ് ആ സ്ഥലത്തിനെ കുറിച്ച്. കാരണം അത്രയും പവർഫുൾ ആണ്. ആ ദേവനും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടുപേരും ഒത്തുചേർന്നാണ് അവിടെ. അല്ലാതെ ട്രസ്റ്റ് അല്ല അവിടെ. അപ്പൊ ആ ഒരു ഇതിനെ ഇത്രയും വർഷം പരിപാലിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിനെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. കാരണം നമുക്കൊരു പ്രത്യേക ചട്ടക്കൂടില്ല. മനസ്സിലായില്ലേ? ഇതൊരു പൊളിറ്റിസൈസ്ഡ് ഓർഗനൈസേഷൻ അല്ല ഹിന്ദു എന്ന് പറയുന്നത്. ഇതിനകത്ത് പല വിഭാഗവും ഉണ്ട്. അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ്വൈതം, അദ്വൈതം, വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞ ശാസ്ത്രീയ വശം. ഇനി ഇതല്ലാത്ത ഹിന്ദു പരമ്പരകൾ എന്തുമാത്രം കിടക്കുന്നില്ലാതെ, മനസ്സിലായില്ലേ? ഒരു പ്രത്യേകിച്ച് പഠനങ്ങളും ശാസ്ത്രീയ വശവും ഇല്ലാത്ത ഹിന്ദു സമൂഹമുണ്ട്. ഇതിനെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ജൈനൻ ബ്രാഹ്മണനെ കൊണ്ടുവന്ന് പൂജയ്ക്ക്
അവിടെ സ്ഥാപിക്കുന്നു. എന്നിട്ട് അവർ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ജൈനന്മാര്. അപ്പൊ അവർക്ക് പോലും ഇതിനകത്ത് ഒരു ഹിന്ദുവിന്റെ ഇതിൽ കണ്ണുകടിയില്ല. ധർമ്മമാണ് അവർക്ക്, തമ്മിലൊരു തർക്കമില്ല. അവർക്ക് അത് ധർമ്മം പരിപാലിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് പഴയ അവരുടെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അവിടെ ബുദ്ധിമുട്ടില്ലാതെ ഇന്നും അന്നദാനം നടക്കുന്നത്. അത് മാത്രമല്ല ഇത്രയും വിദ്യാഭ്യാസ പ്രവർത്തനം, ഇത്രയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും കഴിയുന്ന, ഇത്രയും പിന്നോക്കം കിടന്ന ഒരു സ്ഥലം എന്തുമാത്രം മുന്നോട്ട് വന്നു, എന്തുമാത്രം നഗരിയായി മാറി. അപ്പൊ അതിനെ പൊളിക്കണം. ഇതിലൊരു കണ്ണുകടി. അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലിരിക്കുന്ന വെൽത്ത് കംപ്ലീറ്റ് നമുക്ക് പുറത്തിറക്കണം. ഉടനെ ഓരോ മതസംഘടനകൾ പറയുന്നു ഇത് മുഴുവൻ പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കണം. ചെയ്യാൻ നമുക്ക് എല്ലാ മതസംഘടനയുടെയും വെൽത്ത്, എല്ലാ മതസംഘടനയുടെയും എന്താണ് അവരുടെ ആസ്തി, ഇത് മുഴുവൻ സർക്കാർ അങ്ങ് കണ്ടുകെട്ടട്ടെ, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയും പോലെ ഇതെല്ലാം ഗവൺമെന്റ് ഓൺഡ് ആയിരിക്കണം. നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ എല്ലാം അതിന്റെ ഒരു ആ ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവരണം, അവരുടെ നിയന്ത്രണത്തിലാക്കണം. വളരെ നല്ലതാണ്. ദേശീയതയെ സംബന്ധിച്ചിടത്തോളം ഇത് ദേശവിരുദ്ധ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതാകും. ആ രീതിയിലുള്ള ഒരു സംഭവമായി മാറും. അന്നിവിടെ പ്രശ്നമാവും. നമ്മൾ ഈ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമി, അദ്ദേഹം എനിക്ക് നേരിട്ടറിയാം. കാരണം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ദർശിക്കുന്നത്. അദ്ദേഹം ചെയ്ത അനുഗ്രഹം ഓർമ്മിച്ചാൽ ഇപ്പോഴും ശരീരം കുളിരും. കാരണം അങ്ങനത്തെ ഒരു ദിവ്യ തേജസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെയാണ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത, നമുക്കെല്ലാം അറിയാം, ജയലളിതയുടെ കൂടെ നടന്നിരുന്ന, അവസാനം ജയലളിതയുടെ മരണത്തിന് കാരണക്കാരിയായി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി. അവർക്കൊരു താല്പര്യം, അവിടെ എന്താണ് നേത്രാലയ, നല്ല ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ ഹോസ്പിറ്റൽ, ഇതവർക്ക് വേണം. കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടാം. അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. ഹിന്ദുക്കളാരും ബഹളം ഉണ്ടാക്കിയില്ല. ഇതേ സംഭവം വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മഠാധിപതിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്താൽ അന്ന് എന്താണ് പ്രശ്നം? നമുക്കറിയാമല്ലോ ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്നത്. മഠാധിപതിയൊന്നുമല്ല. പക്ഷേ ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. നമ്മൾ നിയമവ്യവസ്ഥതയെ നമ്മൾ അംഗീകരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മളാണ് ശരിക്കും ഭരണഘടനയെ അംഗീകരിച്ച് നിയമവ്യവസ്ഥതയെ അംഗീകരിച്ച് പോകുന്ന ഈ ഭാരതത്തിലെ ഏക വിഭാഗം എന്ന് പറയുന്നത് ഈ ഭാരതീയ സംസ്കാരമുള്ളവർ മാത്രമേ ഉള്ളൂ. വിദേശ സംസ്കാരമുള്ളവരല്ല. അവരെല്ലാം ഇതിനെ ചലഞ്ച് ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പൊ ഇത് ഒന്ന്. ശബരിമല വിഷയം നമുക്കറിയാം. ശബരിമലയെ എങ്ങനെയെങ്കിലും കളങ്കപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊരായ്മ കാണിക്കാമോ അത് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ബലം ഉപയോഗിച്ചുകൊണ്ട്, ഭക്തരെ അടിച്ച് ചതച്ചുകൊണ്ട്, അവരുടെ വാഹനങ്ങളെല്ലാം പോലീസ് തല്ലി തകർത്തുകൊണ്ട് എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് നടത്തുക. ഒരു ക്ഷേത്രം ഗുരുവായൂരിൽ പിടിച്ചെടുത്തില്ലേ? അവിടെ ഒരു ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രം ഒറ്റ രാത്രി കൊണ്ട് കയ്യേറിയില്ലേ? ഇത് ഗവൺമെന്റ് അല്ലേ ചെയ്തത്? അപ്പൊ ഇങ്ങനെയുള്ളത് ഈ തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം നമ്മുടെ നടരാജമൂർത്തി ഉള്ള തില്ലെ അമ്പലം, ചിദംബരം, അത് ഇതുപോലെ സർക്കാർ പിടിച്ചെടുത്തതാണ്. പക്ഷെ സുപ്രീം കോടതിയിൽ പോയി ജയിച്ച് ആ ട്രസ്റ്റ് അതിനെ തിരിച്ചു പിടിച്ചു. 400ഓളം കുടുംബങ്ങളാണ് അവരതിനെ തിരിച്ചു പിടിച്ചെടുത്തു. അപ്പൊ ഈ കയ്യേറ്റങ്ങൾ ഹിന്ദുത്വത്തിന്റെ അടിത്തറ ഇളക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുടെ കാര്യത്തിലും ധർമ്മസ്ഥലയുടെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും അങ്ങിപ്പോ പറഞ്ഞ ചിദംബരത്തിന്റെ കാര്യത്തിലും ഗുരുവായൂരുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഒക്കെ ചില സമാനതകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് അന്ന് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളുടെ അറസ്റ്റിനോടനുബന്ധിച്ച് തന്നെ അന്ന് ഉയർന്ന ഒരു ആരോപണം, ഡൽഹി കേന്ദ്രീകരിച്ച്, അന്ന് NDA സർക്കാർ മാറി UPA സർക്കാർ വന്ന കാലം. അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ഈ മതം മാറ്റ ലോബിയുടെ ഗൂഢാലോചന അതിന്റെ പുറകിലുണ്ട്. ശങ്കരനേത്രാലയ ഹോസ്പിറ്റലും ഒക്കെ ഇതിന്റെ അതിനൊരു എന്താ പറയാ ഒരു ഉപാധിയായി അല്ലെങ്കിൽ അതിനുള്ളൊരു വഴിയായി എന്ന് മാത്രമല്ല, പക്ഷെ കൃത്യമായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ചൊരു വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഗൂഢാലോചനയുടെ ശക്തിയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാം അതെങ്ങനെയാണെന്നോ എന്താണെന്നോ ആരാണെന്നോ ഒക്കെ. അങ്ങനെ ഒരു ഗൂഢാലോചന അന്നു മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നത് ദേവനും അസുരനും, അതിൽ എന്താ പറയുന്നത്, 5 പാണ്ഡവന്മാരാണെങ്കിൽ 100 കൗരവന്മാര്.
ഇപ്പുറത്ത് ദേവന്മാര് 33 മുക്കോടിയാണെങ്കിൽ അവിടെ 66 കോടി അസുരന്മാർ. അപ്പൊ അസുരന്മാരെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷേ ഈ അസുരനും ദേവനും തമ്മിൽ യുദ്ധം വരുമ്പോ അതിനകത്ത് ഫൈനലി ധർമ്മത്തിന്റെ ജയമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ അധർമ്മത്തിനെ തള്ളിക്കയറ്റാൻ വേണ്ടി ധർമ്മസ്ഥലയായ സ്ഥലത്തുകൂടെ ശ്രമിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം പണത്തിന്റെ ബലമില്ലാതെ നടക്കില്ല. ഒരു സമരത്തിനും പട്ടിണി കിടന്നുകൊണ്ട് ഒരുത്തനും വന്നിറങ്ങില്ല. അതിന് വളരെ വ്യാപകമായ സാമ്പത്തിക സഹായമുണ്ട്. ഇതിനെ മീഡിയകളെ വാങ്ങുന്നതിനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം തന്നെ അവർ ഫ്രണ്ട് പേജിൽ പ്രിന്റ് മീഡിയ പബ്ലിഷ് ചെയ്ത ധർമ്മസ്ഥലയിലെ കൊലപാതകം 480-ൽ പരം സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ പത്രങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പത്രത്തിന്റെ എല്ലാം ഫ്രണ്ട് പേജിൽ ഒന്നിലില്ല. ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു അടിക്കുറിപ്പ് പോലെ ധർമ്മസ്ഥല എല്ലാം പോയി എന്നുള്ളത് എന്ന് വെച്ചാൽ അവരുടെ ആരോപണങ്ങൾ വ്യാജം. നമ്മളെ വിഷ്വൽ മീഡിയക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പല ചാനലുകളും അവരെല്ലാം ഇത് മാത്രം വെച്ചോണ്ട് പ്രൈം ടൈം ഡിബേറ്റിന് കാരണമായ അതെ രാഷ്ട്രീയക്കാരന് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത ഉള്ള അതിനകത്ത് മാത്രമായിരുന്നു. അതിനകത്ത് ഇപ്പൊ നമ്മളെ യൂട്യൂബർ മനാഫ്, അതെ, അയാൾ പറയുന്നുണ്ട് 5 മാസം മുമ്പേ ഞാൻ ഇത് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വെൽ പ്ലാൻഡ് ആണ്. കാരണം ആ ഒരു സംഭവം പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ ഇതിനു വേണ്ടി കൊണ്ടുവരുന്നു. ഇനി ഒരു MBBS വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു എന്ന് പറഞ്ഞ അവളുടെ അമ്മയായി അഭിനയിച്ചവൾ ഒരു ഭട്ട് അവസാനം പറയുന്നു അതെന്റെ മകളല്ല, എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല, എനിക്ക് ഇവരെ കൊച്ചിലെ മുതലേ അറിയാമായിരുന്നു. ഒരുക്ക പറയുന്നു അവളെ വലിച്ചിഴച്ച് കൊണ്ടുപോയത് ഞാൻ കണ്ടു. വേറെ ഒരുക്ക പറയുന്നു അവളുടെ കൂടെ കൂട്ടുകാരികളുടെ കൂടെ വന്നതാണെന്നേ എനിക്കറിയാവൂ. ഇതാണ് ഇവരുടെ എല്ലാം മൊഴി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴി. ഇപ്പൊ പറയുന്നു ഞാൻ നിർബന്ധത്തിന് വഴങ്ങി, പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഞാനിത് പറഞ്ഞതാണ്, ദേവി ഇത് എന്നെ ഒഴിവാക്കി തരണേ എന്ന് ആ സ്ത്രീ തന്നെ ആവശ്യപ്പെടുന്നു. അതായത് ഇവൻ ചെയ്തത് 5 മീറ്റർ താഴ്ചയിൽ അല്ലെങ്കിൽ 5 അടി താഴ്ചയിൽ ഒരു ശവശരീരം ഒറ്റ രാത്രി കൊണ്ട് കുഴിച്ചിടണമെങ്കിൽ അവൻ എന്തോ ഒരു ഭീമൻ എന്നാണ് പേര്. ഭീമനായ പോരാ അല്ലേ? കാരണം ഒറ്റ രാത്രി കൊണ്ട് ഒരു വനാന്തരത്തിൽ പോയി ഒരു ശവശരീരം കുഴിച്ചിടണം. അതുപോലത്തെ 480-ൽ പരം ശവശരീരങ്ങൾ ഇവൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു നിഗൂഢ സംഘമാണെങ്കിൽ നമ്മളിപ്പോ കേരളത്തിൽ തന്നെ കേൾക്കുന്നില്ലേ, എന്താണ് ഇത് ശവശരീരം മറവ് ചെയ്യുമ്പോൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഉപ്പിട്ട് മറവ് ചെയ്യണമെന്നൊക്കെ നമ്മളുടെ കഥകൾ വായിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ പ്രസംഗിക്കുന്ന. അപ്പൊ അതുപോലെ ആണെങ്കിൽ യവന്റെ ശവശരീരം ഇതിനു മുമ്പേ കത്തിച്ച് കളയില്ലായിരുന്നോ? യവനെ ഇങ്ങനെ വെറുതെ വിടുമോ? ഇവൻ 2014-ലാണ് ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ആരോപണവുമായി വരുന്നത്. ഇങ്ങനെയുള്ളത് 10 വർഷത്തിന് ശേഷം. ഇനി ശവശരീരങ്ങൾ ഇവൻ കാണിച്ച 12 സ്ഥലങ്ങളോ 17 സ്ഥലങ്ങളോ ആണ് കാണിച്ചു കൊടുത്തത്. ഈ ആകെ 2 സ്ഥലത്തുനിന്ന് മാത്രമാണ് അതിനകത്ത് മനുഷ്യന്റെ അസ്ഥി ഭാഗങ്ങൾ കിട്ടിയത്. പൂർണ്ണമായ അസ്ഥികൂടമല്ല കിട്ടിയത്. 2, ഇതൊരു വനാന്തര മേഖലയാണ്. നമുക്കറിയാം ഗംഗയിൽ പോയി അവിടെ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അത് ഒരു വഴക്കമാണ്. ഞാൻ ജീവൻ ത്യജിക്കണമെങ്കിൽ ഗംഗയിൽ ജലസമാധി എന്ന് പറഞ്ഞ് ചെയ്യും. അതുപോലെ ഇവിടെ വന്ന് വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് എത്രയോ വർഷങ്ങള് ഈ പറയുന്ന ധർമ്മസ്ഥലയില് ഒരു സന്യാസിയെ പോലെയോ അല്ലെങ്കിൽ എന്താ എല്ലാം ത്യജിച്ചിട്ട് അവിടെ നിന്ന് അത്യാവശ്യം ആഹാരവും കഴിച്ച് അവിടെ മരിച്ചു പോയിട്ടുള്ള എത്രയോ പേരുണ്ട്. അവിടെ ഈ പറയുന്ന നേത്രാവതി നദി, ആ നദിയിൽ ചാടി മരിച്ചവരുണ്ട്. ഇവരുടെ എല്ലാം ശവശരീരങ്ങൾ അവിടെ കാണില്ലേ? അതുപോലെ ഈ വനാന്തരത്തിൽ എത്രയോ പേര് പോയി തൂങ്ങിച്ചെത്തിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ശവശരീരമാണ് എന്ന് പറയുന്നത് സാരിയുടെ തുമ്പുണ്ടായിരുന്നു അസ്ഥിയുടെ കൂടെ എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? സാരിയിൽ കെട്ടി തൂങ്ങിച്ചത്താണ്. അന്ന് പോലീസ് പോകാത്ത വനാന്തര മേഖലയാണ്. അപ്പൊ നാറ്റം വരുമ്പോ നാട്ടുകാരെന്ത് ചെയ്യും? അവിടെ ഉള്ളവരെല്ലാം കൂടെ വന്നിട്ട് വെട്ടി കുഴിച്ചിടും. ഇപ്പൊ ഇതിൽ അറിയേണ്ടതെന്ന് വെച്ചാല് ഈ അസ്ഥികൂടങ്ങള് ഇവര് മരിച്ചത് എത്ര വർഷം മുമ്പ് എന്ന് ഇതിനകത്ത് ഫോറൻസിക് പരിശോധന അത് നടത്തി കഴിഞ്ഞാൽ അറിയാം. എവൻ പറയുന്ന 2014-നും 2004-നും ഇടയിലോ ആ ഒരു പീരീഡ് എവൻ അവിടെ ജോലി ചെയ്ത സമയത്താണോ ഇത് ഇവർ മരിച്ചത് എന്നെങ്കിലും അറിയാൻ പറ്റും. പക്ഷെ കിട്ടിയ ഒരു ശരീരാവശിഷ്ടവും സ്ത്രീയുടേതല്ല, അതെല്ലാം പുരുഷന്മാരുടെയാണ്. ആകെ 2 എന്താണ് കിട്ടിയത്, അത് പുരുഷന്മാരുടെയാണ്. അപ്പൊ ഇതാണ്. പക്ഷെ അപ്പൊ യവനെ വളരെ വിദഗ്ധമായി യവനെ ഉപയോഗിച്ച് ഇതിനൊരു ഭയങ്കര മീഡിയ ഹൈപ്പ് ഉണ്ടാക്കി ഇതെന്തോ വലിയൊരു കൊലപാതക സെന്റർ ആണെന്ന് വരുത്തി ഈ ട്രസ്റ്റിനെ പൊളിക്കുക. ഇതിനവിടുത്തെ ഒരു ലോക്കൽ മാഫിയ ഉണ്ട്, ഒരു ഭൂമാഫിയ എന്ന് പറയുന്നത്. ഈ ഷെട്ടിമാരൊക്കെയാണ് നമ്മുടെ ബോംബെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗൂണ്ടാപ്പണി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഷെട്ടി അവിടെ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ബോംബെയിൽ പോയി ഒരു ഹോട്ടലില് ക്ലീനറായിട്ട് ജോലി ചെയ്തവൻ അവൻ തിരിച്ചു വന്ന് ഇവിടെ ഒരു വലിയ ഒരു
ഒരു മാഫിയയുടെ തലവനായി അത്യാവശ്യം ഗുണ്ടാപ്പണികളൊക്കെ ചെയ്ത് അവിടെ ഉണ്ട്. അവനും ഈ ട്രസ്റ്റും തമ്മിൽ ഭയങ്കരമായ ഇതുണ്ട്, ഭൂമിയുടെ പേരിലുള്ള തർക്കം. ഇവർക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണ്ടെന്ന് ലാസ്റ്റിൽ തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായി നമ്മളിവിടെ നാഷണൽ ഹൈവേ വരുമ്പോൾ സ്ഥലത്തുള്ളതെല്ലാം പ്രമാണി വരങ്ങൾ വാങ്ങിക്കൂട്ടും. ഇതിനാണ് വില കൂടും. മെഡിക്കൽ കോളേജ് വരാതായപ്പോൾ സ്ഥലത്തിന് വില കൂടില്ല, വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ അതിൽ തന്നെ വലിയൊരു ഇടിവുണ്ടായി. അപ്പൊ ഇനിയിപ്പോ ഈ ട്രസ്റ്റിനെ എങ്ങനെയെങ്കിലും പൊളിക്കുക, അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. വലിയൊരു സമര ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. എന്തായാലും ഒരു കാര്യം, ഈ കർണാടക പോലീസ് മനാഫിനെ തേടി കേരളത്തിൽ വരുമെന്ന് ഏതാണ്ട് വ്യക്തമായി. കർണാടക വന്നില്ലെങ്കിൽ ഇത് ദേശീയ തലത്തിൽ ഒരു അന്വേഷണമാണ്. കർണാടക പോലീസ് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ കോൺഗ്രസ് ഭരണത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ കയറി ബുൾഡോസറുമായിട്ട് പെട്ടെന്ന് തന്നെ കുഴികളെല്ലാം എടുത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? നമ്മൾ ഓരോ കേസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. നമുക്കറിയാവുന്ന പല പ്രധാനപ്പെട്ട കേസുകൾ എന്തുകൊണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ചാടിക്കയറി അറസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൂടെ? ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത്രയും ഒരു ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ സേഫ് ആവുമ്പോഴേ ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു രീതിയിലേക്ക് തിരിയൂ. പക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിന് പിന്നിൽ പണത്തിന്റെ സ്വാധീനമുണ്ട്. ഇതിന് പിന്നിൽ ഇന്റർനാഷണൽ മതപരിവർത്തനത്തിന്റെ അജണ്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഒരു പരിധിവരെ ഹിന്ദുക്കൾ മതം മാറി പോകാതിരിക്കാൻ വേണ്ടി അവിടെ ശക്തമായി നിലകൊള്ളുന്ന ഒരു ട്രസ്റ്റാണിത്. ജൈനന്മാര് നടത്തുന്നതാണെങ്കിൽ അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.